തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ മരണം മോഹൻലാൽ അറിഞ്ഞ ഉടനെ ആദ്യം വിളിച്ചു പറഞ്ഞത് മകൻ പ്രണവിനെയാണ്. അവൻ ഏറ്റവും ഇഷ്ടമാണ് അച്ചമ്മയെ. അച്ചമ്മയുടെ അരികിലെത്താനാണ് ഇപ്പോഴും പ്രണവ് ആഗ്രഹിക്കുന്നത്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും എത്താത്ത പ്രണവ് അച്ചമ്മയുടെ പിറന്നാൾ ദിവസം അച്ചമ്മയെ കാണാൻ എന്തായാലും എത്തിയിരിക്കും. അച്ഛൻ്റെയോ അമ്മയുടെയോ പിറന്നാൾ പോലും അവൻ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇതെല്ലാം കൃത്യമായി അവൻ ശ്രദ്ധിക്കും. അങ്ങനെയാണ് പ്രണവിന് അമ്മയോടുള്ള സ്നേഹമെന്ന് മുൻപൊരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. ആരുടെ കാര്യത്തിനേക്കാളും ശ്രദ്ധ അമ്മൂമ്മയുടെ കാര്യങ്ങൾക്കുണ്ട്. കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. അവരുടെ അച്ഛനമ്മയേക്കാൾ പ്രിയം അവർക്കൊരുപടി മുന്നിൽ അവരുടെ മാതാപിതാക്കളോട് തന്നെയായിരിക്കും. അപ്പൂപ്പനോടും അമ്മുമ്മയോടും വളരെയധികം സ്നേഹത്തോടെയായിരിക്കും അവർ പെരുമാറുക. അവരോടായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുക. അങ്ങനൊരു വ്യക്തി തന്നെയായിരുന്നു പ്രണവും. പ്രണവിനും തൻ്റെ അച്ചമ്മയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എല്ലാ കാര്യങ്ങളും അച്ചമ്മയുമായി പങ്കുവയ്ക്കാനും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രണവിനെ ഈ വാർത്ത വല്ലാതെ തളർത്തിയിട്ടുണ്ടാകും. പ്രണവ് ഉടനെ തന്നെ കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തി. അച്ചമ്മയെ കാണാൻ ഉടനെ എത്തുകയും സുചിത്രയെ കണ്ടതും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിസ്മയും ഉടൻ തന്നെ എത്തും. മോഹൻലാലും പിന്നാലെ എത്തും. ഇപ്പോഴേക്കും ഏകദേശം എല്ലാവരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ബാക്കി ചടങ്ങുകളെല്ലാം തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരിക്കും. അവിടുത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക എന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തെ പൂജപ്പുര മുടവൻ മകളിലെ വീട്ടിലേക്കായിരിക്കും കൊണ്ടുപോകുക എന്നും അവിടെയും പൊതുദർശനം ഉണ്ടായിരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയുമ്പോൾ എല്ലാവരും പ്രണവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രണവിനെ ആദ്യം വിളിക്കണം. സാധാരണ സോഷ്യൽ മീഡിയയിലൊന്നും പ്രണവിനെ കാണാറില്ല. അതുകൊണ്ട് തന്നെയാണ് വിളിച്ചത്. അദ്ദേഹം അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്തു. ഇന്ന് ഉച്ചയോടെയായിരുന്നു മരണം സംഭവിച്ചത്. കുറച്ചധികം ദിവസങ്ങളായി തന്നെ വൈകിയായിരുന്നു. എന്നാൽ മോഹൻലാൽ ഷൂട്ടിൻ്റെ തിരക്കിൽ തന്നെയായിരുന്നു. അദ്ദേഹം ഓരോ ആഴ്ചയും അമ്മയുടെ അരികിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മോഹൻലാൽ അങ്ങനെ തന്നെയാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്. ഏത് സമയം വിളിച്ചാലും മോഹൻലാൽ കൊച്ചിയിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരത് പറയുന്നതും. കാരണം അത്രമാത്രം സ്നേഹമാണ് എപ്പോഴും പ്രേക്ഷകർ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. മോഹൻലാലിൻ്റെ അമ്മയോടുള്ള സ്നേഹം വളരെയധികം ആത്മാർത്ഥതയുള്ളത് തന്നെയാണ്. എപ്പോഴും അത് പ്രേക്ഷകർ പറയാറുണ്ട്. കാരണം മോഹൻലാൽ ആ സ്നേഹത്തോടെയാണ് അമ്മയെ എപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ആരാധകരുടെ പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കിട്ടുന്നത്. ആരാധകരുടെ വളരെയധികം സ്നേഹം ഇപ്പോൾ ആ അമ്മയുടെ പിന്നാലെ തന്നെയുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനെ സമ്മാനിച്ച അമ്മയാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രേക്ഷകർക്ക് അത് മറക്കാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും വലുത് എന്ന് പറയാം. പ്രേക്ഷകർക്ക് എപ്പോഴും ആ അമ്മയോടൊരു സ്നേഹമുണ്ടായിരുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട നടനെ സമ്മാനിച്ച അമ്മ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ വാർത്തകളൊക്കെ വരുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കൊച്ചിയിൽ മോഹൻലാൽ എത്തുമ്പോഴേക്കും ആരും അധികമൊന്നും ശല്യപ്പെടുത്താൻ പോകാറില്ല. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അരികിൽ കുറേയധികം നേരം ഇരിക്കട്ടെ എന്ന് കരുതിയാണ് എപ്പോഴും അങ്ങനെ മോഹൻലാൽ ചെയ്യാറുള്ളത്. അച്ഛൻ്റെയും സഹോദരൻ്റെയും മരണശേഷം ഏറ്റവും കൂടുതൽ കാലം അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമെന്നുള്ള നിർബന്ധത്താൽ തന്നെയാണ് മോഹൻലാൽ അമ്മയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. അച്ഛൻ ഉറങ്ങുന്ന മണ്ണിൽ എപ്പോഴും ജീവിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും പ്രായമായതിനെ തുടർന്ന് ഒരുപാട് അസുഖങ്ങൾ അമ്മയെ അലട്ടാൻ തുടങ്ങിയപ്പോൾ മോഹൻലാൽ അമ്മയും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. കാരണം പ്രേക്ഷകർക്ക് അത്രമാത്രം സ്നേഹമുള്ളൊരു വ്യക്തി തന്നെയാണ് മോഹൻലാൽ. എപ്പോഴും പ്രേക്ഷകരുടെ വളരെയധികം പ്രീതി പിടിച്ചു പറ്റുന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അമ്മയെക്കുറിച്ച് പറയുന്ന വാക്കുകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തോന്നാറുമുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.